ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. നീറ്റ് യുജി പരീക്ഷയിലെ ക്രമക്കേടുകൾ CBI അന്വേഷിക്കും. മെയ് 5 നടന്ന പരീക്ഷയിലെ ക്രമക്കേടാണ് CBI അന്വേഷിക്കുന്നത്. അതിനിടെ പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. മോദി സർക്കാരിന് യുവാക്കൾക്കിടയിൽ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സജു തോമസ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. സജു, നീറ്റ് PG പരീക്ഷ നാളെ നടക്കാനിരുന്നതാണ്. ആ പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടുകൾ CBI അന്വേഷിക്കും എന്ന വാർത്ത വരുന്നത്. അതോടൊപ്പം എങ്ങനെയാണ് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ പ്രതിപക്ഷം ആയുധമാക്കുന്നത്? തീർച്ചയായിട്ടും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് CBI അന്വേഷിക്കുമെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടാണ് CBI അന്വേഷിക്കുക. മെയ് 5 നടന്ന പരീക്ഷയിൽ ഈ രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ CBI അന്വേഷണം വന്നിരിക്കുന്നത്. നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള CBIയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് നീറ്റ് പരീക്ഷയും ഇപ്പോൾ അന്വേഷണം CBIക്ക് കൈമാറിയിരിക്കുന്നത്. ഇന്നെന്തായാലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ ജനറലിനെ അടക്കം മാറ്റുന്ന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ നീക്കിയിരുന്നു. അതിന് പകരം പുതിയ ആളിനെ കൊണ്ടുവരുന്നു. അതിനുശേഷം നാളെ നടക്കാനിരുന്ന നെറ്റ് PG പരീക്ഷ മാറ്റിവെക്കുന്ന നടപടിയിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഇതിപ്പോൾ അന്വേഷണത്തിന് വേണ്ടി CBI ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ വിമർശനവുമായി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ ഭരണത്തിൽ വിദ്യാർത്ഥികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള വലിയ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. മോദി സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി വിമർശനത്തിൽ പറയുന്നു. മോദി ഭരണത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയല്ല, പഠിക്കുകയല്ല, അവർ പോരാടുകയാണ് ചെയ്യുന്നതെന്നുള്ള വിമർശനം രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു നെറ്റ് വിവാദങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാർ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ അന്വേഷണ ചുമതല CBIക്ക് കൈമാറിയിരിക്കുന്നത്. പാർലമെന്റ് നടപടികൾ തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് വലിയ നീക്കങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ മാറുന്നത്. സ്നേഹ, ശരി. നീറ്റ് UG ക്രമക്കേട് CBI അന്വേഷിക്കും. സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.